നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കമ്പിപ്പാലയാണ്. അപ്പോസൈനേസിയ ഫാമിലിയിൽപ്പെടുന്ന കമ്പിപ്പാലയുടെ ശാസ്ത്രീയ നാമം ടാബർനെ മൊണ്ടാന ഡൈക്കോട്ടോണ എന്നാണ്. കൂനൻ പാല, കുരുട്ടുപാല, കവരപ്പാല എന്നെല്ലാമാണ് മലയാളത്തിൽ ഇതിൻ്റെ മറ്റു പേരുകൾ. പശ്ചിമഘട്ടത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും നാട്ടിൻപുറത്തെ വേലിയറമ്പുകളിലും ധാരാളമായി കണ്ടുവരുന്ന പാലവർഗത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയോ ചെറുമരമോ ആണിത്. ഈ സസ്യത്തിന് ധാരാളം ശാഖോപശാഖകളുണ്ട്. മങ്ങിയ തവിട്ട് നിറമുള്ള മരപ്പട്ട പരുക്കനും മുറിച്ചാൽ പാൽ ചുരത്തുന്നതുമാണ്. ഇതിൻ്റെ തടിക്ക് വെള്ള നിറമാണ്. വളരെയധികം ഭാരം കുറവുള്ള ഇതിൻ്റെ തടി മെതിയടി ഉണ്ടാക്കുവാനായി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. കടും പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾക്ക് ഏകദേശം 8 സെൻറ്റിമീറ്ററോളം നീളം വരും. ഇലകൾ വളരെ മൃദുവും അരോമിലവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ സിരകൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇലകളുടെ അഗ്രഭാഗം കൂർത്തതാണ്. ശാഖാഗ്രത്തിലുണ്ടാകുന്ന പൂവുകൾക്ക് വെള്ള നിറമാണ്. 5 ദളങ്ങളുണ്ട്. ജോഡികളായാണ് ഇതിൻ്റെ ഫലങ്ങൾ കാണപ്പെടുന്നത്. ഫലത്തിന് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാണ്. ഈ ഫലത്തിൻ്റെ പ്രത്യേകത 2 അഗ്രവും മേലോട്ട് വളഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഫലത്തിന് വഞ്ചിയുടെ ആകൃതിയാണ് ഉള്ളത്. ഇതിനകത്തുള്ള ചുവന്ന കാമ്പിൽ ധാരാളം കറുത്ത വിത്തുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫലം വിഷമുള്ളതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിത്തുകൾ വിരേചനമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ നാർക്കോട്ടിക് എഫക്റ്റ് ഉള്ളതുമാണ്. കൂടാതെ ഈ സസ്യത്തിൻ്റെ ഇലയും തൊലിയും വിരേചനമുണ്ടാക്കുന്നതാണ്. കുട്ടികളിലെ ഉദരരോഗങ്ങളിലും കൃമിശല്യത്തിനും അതുപോലെ തന്നെ വിഷത്തിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്ന കമ്പിപ്പാലയുടെ മറ്റ് ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കമ്പിപ്പാല അതിൻ്റെ ലാറ്റക്സ് അല്ലെങ്കിൽ നീര് പാലെന്ന് പറയും. അത് കഫശമനമാണ്. അത് ചെറിയ മാത്രയിൽ കൊടുത്താൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന കൃമി അല്ലെങ്കിൽ വരശല്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ തലവേദനയുള്ള ആൾക്കാർക്ക് ഈ സൈനസൈറ്റീസൊക്കെ വന്ന് വല്ലാണ്ട് തലവേദന ആൾക്കാർ ലേശം മൂക്കിലൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറയും. അത് തന്നെ വേണമെങ്കിൽ പുറമേ പറ്റാനും കൊടുക്കാം. പിന്നെ ഇതിന് ഈ കാലിൽ ആണി എന്നൊരു രോഗമുണ്ട്. ഈ ആണിക്ക് ഇതിൻ്റെ പാലെടുത്തിട്ട് വെച്ചിട്ട് കട്ടിയിൽ വെച്ചിട്ട് അത് കുറച്ച് നേരം ബാൻഡേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ദ്രവിച്ച് പോകും. പിന്നെ ഇതിലൊരു വിഷപ്രയോഗമാണ്, വിഷശമനമായിട്ടുള്ള പ്രയോഗം. അതായത് ഈ തേള് കൊത്തിക്കഴിഞ്ഞാൽ, ഈ കട്ടുറുമ്പ് കൊത്തിക്കഴിഞ്ഞാൽ, ഈ കരിക്കുന്നിനൊക്കെ കൊത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാലെടുത്ത് തേച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും.